എടുക്കുന്നത് വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ഹിന്ദി ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് മക്കൾക്ക് ഹിന്ദി ടഫ് ആണെന്ന് അറിയാം. 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഹിന്ദി എങ്ങനെയായിരിക്കും എന്നുള്ള കുറേ ഡൗട്ടുകളുണ്ട്. മിസ് കുറച്ച് കാര്യങ്ങൾ പറയാം, മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് 7ാം ക്ലാസ്സിലെ പോലെ എല്ലാ മക്കൾക്ക് കുറച്ച് മാർക്കിനെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് 40 മാർക്കിനാണ് നമുക്ക് ഹിന്ദി വരാൻ പോകുന്നത്. അപ്പൊ അതൊന്നും ഒരു വലിയ വ്യത്യാസമാണ് അല്ലെ. അതേപോലെ തന്നെ ഒരു കുറച്ച് വലിപ്പമുള്ള കഥകളും കവിതകളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പോഴേ കറക്റ്റ് നമ്മൾ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഹിന്ദി എന്താ ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് തന്നെ മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അതിനാണ് നമ്മുടെ യോദ്ധ ബാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയും. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാം. അപ്പൊ ഹിന്ദിയിൽ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ള മക്കൾ ഉണ്ടെങ്കിൽ അക്ഷരമാല കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മക്കൾ വൊക്കാബുലറി കുറച്ച് അധികം കൂട്ടണം. ഇപ്പൊ ഹിന്ദിയിൽ ഒരുപാട് വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ എന്താണ് പഠിച്ചു തുടങ്ങണം. 2 മാസം ഉണ്ട്. ഈ 2 മാസം കൊണ്ട് എന്ത് ചെയ്യണം, മക്കൾ കറക്റ്റ് ആക്കി പോരണം. അപ്പൊ നോക്കാം മക്കൾ, എന്താണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് ഹിന്ദിയിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണില്ല മിസ്സേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ അല്ലെ. അതിനുള്ള ഒരു പരിഹാരമാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കണേ മക്കളെ, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് കണക്റ്റിംഗ് വേർഡ്സ് അറിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതറിഞ്ഞാൽ തന്നെ നമ്മുടെ ഹിന്ദിയിൽ പകുതി സംഭവങ്ങൾ നമുക്കറിയാം. അക്ഷരമാലയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ആട്ടോ ഇതൊക്കെ. അക്ഷരമാല നമ്മൾ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു. നമ്മൾ ഡയറിയും ലെറ്ററും ഒക്കെ സ്വന്തമായിട്ട് എഴുതിയ ആൾക്കാരാണ് അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കാനുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് എഴുതിയെടുക്കണം മക്കള്. നോട്ട് ബുക്കിൽ തന്നെ എഴുതിയെടുക്കുക, എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നോക്കാം, വീട്ടിൽ നിന്ന് വന്നു എന്നുള്ളൊരു വാക്ക് ആദ്യം മക്കൾ മലയാളത്തിൽ ആലോചിക്കുകയാണ്. പക്ഷെ അത് ഹിന്ദിയിലോട്ട് മാറ്റാൻ കഴിയുന്നില്ല. അതായിരിക്കും നമ്മുടെ പ്രശ്നം അല്ലെ. നോക്കാം, വീടിന് ഗർ എന്നാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ വന്നു എന്നുള്ളതിന് ആയ എന്നാണെന്നും അറിയുന്നുണ്ടാവും. പക്ഷെ വീട്ടിൽ നിന്നാ ഇൽ നിന്ന് അതെങ്ങനെ കണക്ട് ചെയ്തേ? അതിനേതായിരിക്കും വാക്ക്? കോയാണോ, സേ ആണോ, കായാണോ, കീ ആണോ? ഇതൊക്കെ ഡൗട്ടായിരിക്കും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കണേ, അതേപോലെ പേന കൊണ്ട് എഴുതി. അപ്പൊ പേനയ്ക്ക് കലം എന്നാണെന്ന് അറിയാം, പക്ഷെ എഴുതി എന്നുള്ളതിന് ലിഖ എന്നും ആണെന്ന് നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ പേന കൊണ്ട് പേന കൊണ്ട് ആ കൊണ്ട് എന്നുള്ള വാക്കുണ്ടല്ലോ, അതറിയത്തില്ല. അതേപോലെ തന്നെ കുട്ടൂസനോട് ഓട് എന്നുള്ള വാക്കറിയില്ല. 1 മുതൽ 10 വരെ ആ മുതൽ എന്നുള്ള വാക്കറിയില്ല. അപ്പോൾ കുട്ടൂസൻ ഭീമനേക്കാൾ, അങ്ങനെയുള്ള കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്. ഒരു വാക്കിനെ മറ്റേ വാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ. ഇവരെ പഠിച്ചാൽ തന്നെ നമ്മുടെ ഹിന്ദിയിൽ പകുതി കാര്യം നമുക്ക് എന്തായി, സിമ്പിളായി. അത് പഠിച്ചാൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സെന്റൻസ് എഴുതാനുള്ള പരിപാടിയായി. അപ്പൊ ഇവർക്ക് കുറച്ച് പേര് പറയും. ഒരു പേര് പറയും. പേരൊന്ന് വായിച്ചു മക്കള്. വിഭക്തി പ്രത്യയ് എന്നാണ് പറയുന്നത്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഒരു ഭീകരതയൊക്കെ തോന്നുന്നുണ്ടാവും. വിഭക്തി പ്രത്യയം, അമ്പോ ആൾ സിമ്പിൾ ആണ്. നോക്കിക്കേ, ഇത്ര വിഭക്തി പ്രത്യയങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് നേ കോസെ കാ കേക്കി മേ പർ കേലിയെ, ഇതാണ് നമ്മുടെ ഹിന്ദിയിലുള്ള ആകെ ഉള്ള ഒരു കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ്, വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അതായത് 9 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം എന്താണ്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 5ാം ക്ലാസ് നോക്കി ഇത് പഠിച്ചിട്ടുണ്ട്. അത് മിസ് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് വിഭക്തി പ്രത്യയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഈ നേ കോസി കാ കേക്കി എന്നൊക്കെ പറയുന്നതിൽ മിസ് കുറെ മലയാളം വാക്ക് എഴുതി വെച്ച് കണ്ടിട്ടില്ലേ? ഈ മലയാളം വാക്ക് ഓരോ ഇതും നോക്കിക്കേ. അവൾക്ക്, അവന്, അവളെ, അവയെ, അവനെ, പിന്നെന്താണ് നദിയിൽ നിന്ന് എന്നൊക്കെ പറയുന്നത്, പേന കൊണ്ട്, ഓക്കെ, അതിനേക്കാൾ, പിന്നെ 1 മുതൽ 10 വരെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട് അല്ലേ. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിളി പോകും. അതെന്തായാലും കിളി പോകാൻ പോകുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ബേസിക് ആയിട്ട് എന്താണ്, ഏറ്റവും എളുപ്പമുള്ള 3 ആൾക്കാരെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെന്തായാലും എന്റെ മക്കൾ പഠിക്കണം. ഇത് പഠിക്കാതെ ഹിന്ദിയിൽ നമുക്കൊരു വഴിയില്ല. അപ്പൊ നോക്കണേ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് പറയണം, മിസ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മക്കൾ. നദിയിൽ എന്ന് പറയണം, അല്ലെങ്കിൽ മരത്തിൽ എന്ന് പറയണം, ശൈലത്തിൽ എന്ന് പറയണം. അങ്ങനെ ആ ഇൽ എന്നുള്ള വാക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മേ എന്ന് പറയുന്നതും പർ എന്ന് പറയുന്നതും. രണ്ടും ഇൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പക്ഷെ 2 എണ്ണം ഉപയോഗിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം, നദിയിൽ എന്ന് പറയുന്നത്, നദിയിൽ മീനുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നദി മേ മച്ചലി ഹെ എന്നാണ് നമ്മൾ പറയാ. നദി മേ, എന്തുകൊണ്ട് പറ ഉപയോഗിച്ചില്ല? അപ്പൊ നമ്മുടെ ലോജിക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. നദിക്ക് ഉള്ളിലാണ് ആരുള്ളത്, മീനുള്ളത്. അപ്പൊ ഉള്ളിൽ എന്നുള്ള ഒരു അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഉള്ളിൽ, ഇപ്പൊ നദിയിൽ എന്ന് പറയുന്ന സമയത്ത് നദിക്ക് ഉള്ളിലാന്നുള്ള ഒരു അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ മക്കൾ അവിടെ പ്രയോഗിക്കേണ്ട സംഭവം മേ എന്നുള്ളതാണ്. നദി മേ മച്ചലി ഹെ, ഗർ മേ ബച്ചേ ഹെ,
വീട്ടിൻ്റെ ഉള്ളിൽ കുട്ടികളുണ്ട് എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പൊ ഗർമേ, നദിമേ, സൈലമ്മേ, സ്കൂൾമേ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലെ, സ്കൂളിൽ. ഇനി നോക്കണേ, മരത്തിൽ പക്ഷി ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. മരത്തിൽ പക്ഷി ഉണ്ടെന്ന് പറയുമ്പോൾ മക്കൾക്ക് ലോജിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എന്താണ്, മരത്തിന് മുകളിലായിരിക്കും. മരത്തിന്റെ ഉള്ളിലാണോ പക്ഷി ഉണ്ടാവുക? അല്ല, മരത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് പേട് പർ എന്നാണ്. പേട് പർ, മരത്തിന്റെ മുകളിൽ പക്ഷിയുണ്ട്. ഇനിയിപ്പം എനിക്ക് മേശയ്ക്ക് മുകളിൽ, ഞാൻ മേശയിൽ പറയുന്നുണ്ടാവുള്ളൂ, പക്ഷെ മുകളിൽ എന്ന് പറയുന്നില്ല. മേശയ്ക്ക് മുകളിൽ പെൻസിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, മേസ് പർ എന്നാണ്. അപ്പൊ അത് ലോജിക്കിന് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. മേയും പറുമാണ് ഇൽ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഉപയോഗിക്കുന്ന എന്തെന്ന് പറയുന്നത് അക്ഷരങ്ങൾ എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം ആ നമ്മൾ ഈ ഇൽ എന്നുള്ള സംഭവം, നദിയിൽ, പിന്നെ നദിമേ, സൈലമ്മേ, സ്കൂൾമേ, പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെ, പർവ്വത്മേ, അങ്ങനെ ഇഷ്ടം പോലെ കാര്യം. മേസ് മേ എന്നൊക്കെ പറഞ്ഞ, മേസ് പർ, പിന്നെ എന്താണ് സ്റ്റുഡിയോ മേ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, പേട് പർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള കണക്റ്റിംഗ് വേർഡ്സ് ആലോചിക്കുക. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പഠിച്ചു. ഇനി കേലിയാണ് അടുത്തേ പറയാൻ പോകുന്നത്. കേലി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഞാൻ പറയാണ്, സ്നേഹയ്ക്ക് വേണ്ടി, സ്നേഹ കേലിയെ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. സ്നേഹയ്ക്ക് വേണ്ടി. സൈലം കേലിയെ, സൈലത്തിന് വേണ്ടിയിട്ട്. സ്കൂൾ കേലിയെ, സ്കൂളിന് വേണ്ടിയിട്ട്. മൊബൈൽ കേലിയെ, മൊബൈലിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ എന്താണ്, സ്റ്റുഡിയോ കേലിയെ, സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട്. മാ കേലിയെ, അമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിതാ കേലിയെ, അച്ഛന് വേണ്ടിയിട്ട്. വേണ്ടി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് കേലിയെ എന്നുള്ള വാക്കാണ്. ഈ വേണ്ടി എന്ന് നമുക്ക് മലയാളത്തിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഹിന്ദിയിലോട്ട് എന്താ പറയുന്നത്, നമ്മൾ കേലിയെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ മേ പെർ കേലിയെ എന്നുള്ള ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ വിഭക്തി പ്രത്യയത്തിൽ പഠിക്കേണ്ടത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കണക്റ്റിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഓരോ വാക്കും വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ കണക്ട് ചെയ്യുന്ന സമയത്ത് പല മക്കളും സേ ഒക്കെ എഴുതി വെക്കാറുണ്ട് ഇല്ലിന് പകരം. അങ്ങനെ എഴുതരുത്. നോക്കുക, സേ എന്ന് പറയുന്നത് ഇൽ നിന്ന് എന്നുള്ള ഒരു വാക്കും കൂടി വരുന്നുണ്ട്. ഇത് വെറും ഇല്ലാണ്, ഇൽ നിന്നല്ല, വെറും ഇൽ എന്നുള്ള വാക്കാണ്. അപ്പൊ അതൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ഈ വിഭക്തി പ്രത്യയം എന്ത് ചെയ്യാൻ മക്കൾ പഠിച്ചോളാം. അപ്പൊ ഇത് മിസ് ഇത് മാത്രമാണോ പഠിപ്പിക്കുന്നത്? അല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എന്തുള്ളത്, ബാച്ച് ഉള്ളത്, നമ്മുടെ യോധ ബാച്ച്. താഴെ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രോളൊക്കെ പോകുന്നത് കാണുന്നുണ്ടാവും. നമ്മുടെ യോധ ബാച്ചിന് എന്താണ്, അഡ്മിഷൻ എടുക്കാനുള്ള നമ്പറൊക്കെയാണ് കാണിക്കുന്നത്. എന്റെ മക്കൾ ആലോചിക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഈ ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ എന്ത് തൊട്ടിട്ടാണ്, അക്ഷരമാല തൊട്ടിട്ടാണ് എടുക്കാൻ പോകുന്നത്. വെറുതെ വിഭക്തി പ്രത്യയം മാത്രമല്ല, അക്ഷരമാല തൊട്ട് ബേസ് തൊട്ടിട്ട് നമുക്ക് കൃത്യമാക്കി തന്നിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, മിസ് പറഞ്ഞു 7ാം ക്ലാസ്സിലെ ഹിന്ദി അല്ല 8ാം ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. വളരെ കുറച്ച് അധികം നമ്മൾ എന്താണ് അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കണം. നന്നായിട്ടും കൃത്യമായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. കൃത്യമായിട്ട് നോട്ട് മക്കൾക്ക് തരും. ഹിന്ദിയിലൊക്കെ കാര്യം പറയുമ്പോൾ നോട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം 8ാം ക്ലാസ്സിൽ. മക്കള് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ യോധ ബാച്ചിൽ അങ്ങ് വന്നാൽ മതി. മിസ് ഉണ്ടാവും, അനസാർ ഉണ്ടാവും, നിങ്ങൾക്ക് കൃത്യമാക്കി തരും. നമ്മുടെ ഹിന്ദി മാത്രമല്ല, നമ്മൾ എല്ലാ സബ്ജക്റ്റും വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ മക്കൾ ഇനിയും ഒരുപാട് കൺഫ്യൂഷനൊക്കെ അടിച്ചിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ചേരണോ ചേരണ്ടേ, ഇപ്പോൾ ഓഫ്ലൈൻ ട്യൂഷനിൽ പോയാലോ എന്നൊക്കെയുള്ള. പൊയ്ക്കോളൂ, പക്ഷെ ഇതുണ്ടാവുന്നത് നല്ലതാണ്. നമ്മുടെ ഓൺലൈനായിട്ട് നോക്കി മക്കളെ, ഈ താഴെ കാണുന്ന ഈ ഒരു നമ്പർ എന്താണ്, വളരെ വളരെ കുറച്ചല്ലേ, ഒരു 3249 എന്ന് പറയുന്ന ആ പൈസ മക്കൾ ആലോചിക്കണം, ഒരു കൊല്ലത്തേക്കുള്ളതാണ്. ഒരു മാസത്തെ കണക്കാണോ മിസ് പറയുന്നതല്ല, ഒരു കൊല്ലത്തേക്ക്. ഇപ്പം നമ്മൾ ഓഫ്ലൈൻ ട്യൂഷന് പോവുകയാണോ, എന്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ഫീസ് ഉണ്ടാവത്തില്ലേ. നിങ്ങൾ ഒരു മാസത്തേക്കുള്ള ഒരു വർഷത്തേക്കുള്ള ഫീസ് മക്കൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അതിനനുസരിച്ച് നോക്കി നോക്കും മക്കള്. അപ്പൊ ഇത് നമ്മുടെ അടുത്ത മാർച്ചിൽ മക്കള് എക്സാം എഴുതുന്നത് വരെ നമ്മുടെ ആപ്പ് കയ്യിലുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് കാണാം എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, നിനക്ക് എപ്പോ വേണമെങ്കിലും കാണാം. ഇനിയിപ്പോ ജൂണിൽ എടുത്തിട്ടുള്ള സാധനം മാർച്ചിൽ ഒന്നുകൂടി കേൾക്കാം. അതേപോലെ തന്നെ എല്ലാ നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തുകൊണ്ടും ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. മക്കള് വലിയ കൺഫ്യൂഷൻ ഒന്നും അടിച്ച് നിൽക്കേണ്ട, വേഗം അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പോയി പറയാം, എനിക്ക് ചേരണം, ഇത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ ഒന്നുകൂടി ആലോചിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക. അതേ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, അവരെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും മക്കൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് യോധ ബാച്ചിൽ ഒരുപാട് കുട്ടികൾ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് യോധ ബാച്ചിൽ വെച്ച് കാണാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ബൈ.